നബി വന്ന ദിവസത്തിന്റെ അത്ര സന്തോഷമുള്ള ഒരു ദിവസം ദുനിയാവിൽ മദീനയിൽ ഉണ്ടായിട്ടില്ല. നബി മരണപ്പെട്ട വഫാത്തായ ദിവസമുള്ള ഇരുട്ടിനോളം വലിയ ഇരുട്ട് മദീനയിൽ ഉണ്ടായിട്ടില്ല. റളിയല്ലാഹു അൻഹു എല്ലാ സഹാബികളും ഇങ്ങനെ, ചില ആളുകൾ അട്ടഹസിച്ചു, ചില ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അന്ന് നമ്മളും ബോധം കെടുന്നുണ്ട്, പായസം ജിലേബിയൊക്കെ തിന്നിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ള സ്നേഹം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈഅത്തുർ റിദ്വാന്റെ സമയത്ത് എല്ലാ സഹാബികളും നബിയുടെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്ത സ്ഥലത്ത് ഒരു മരം ഉണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? നബിയൊക്കെ വഫാത്തായി, ഉമർ റളിയല്ലാഹുവിന്റെ കാലെത്തിയപ്പോൾ ആളുകൾ ഈ മരത്തിന്റെ തൊട്ട് വന്നിങ്ങനെ വെറുതെ ചുറ്റുവട്ടത്തിൽ ഇരിക്കാൻ തുടങ്ങി, വർത്താനം പറയാൻ തുടങ്ങി. അപ്പോ ഉമർ റളിയല്ലാഹുവിന് മനസ്സിലായി, ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ പല പള്ളിയും വരും എന്ന് മനസ്സിലായപ്പോ ആ മരം കണ്ട് വേരോടെ പിഴുതെറിയാൻ ആര് പറഞ്ഞു? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അത് നബിയും സഹാബത്തും അത്ര എല്ലാ സഹാബികളും ഒരുമിച്ചുന്ന വേറൊരു മരം ലോകത്തില്ല. ഖുർആൻ പറഞ്ഞ മരം വേണമെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ഒരു ഷെറ മുബാറക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഷജറ മുബാറക്ക് എന്ന് പേരിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ആർക്ക് വിൽക്കാം? ഉമർ ഖത്താബിന് വിൽക്കാം. പക്ഷെ അത് സ്നേഹമല്ല, ഇത്തിബാഅല്ല, ഇക്റാമല്ല, ഹുബ്ബല്ല, അത് കച്ചവടം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന് തുല്യം സ്നേഹിച്ച സഹാബികൾ എന്തൊക്കെയാണോ ഈ ഉമ്മത്തിന് നൽകിയ സന്ദേശം ഏറ്റക്കുറച്ചിലില്ലാതെ ചാണിന് ചാണ്. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും അക്ഷരാർത്ഥത്തിൽ പ്രിയങ്കരൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിങ്ങനെ പറഞ്ഞാൽ പോരാ, പാടിയാലും പോരാ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഇതിൽ അല്ലാഹ് റസൂൽ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് അതിനെ ചാണിന് ചാണായി പിൻപറ്റാനുള്ള ജാഗ്രതയാണ് മഹബ്ബത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.